നമ്മളപ്പോ മൂന്നാമത്തെ കാരണത്തിലാ നിന്നത്. ഇയാളത് വിട്ടില്ലേ? ഇല്ലില്ല, ഞാൻ തോന്നണേ മനുഷ്യ പുളിശ്ശേരിയും കൂട്ടി ചോറുണ്ണാൻ നേരത്താണ്. എനിക്കത് അറിഞ്ഞേ പറ്റൂ. അതായത് മൂന്നാമത്തെ കാരണം സിന്തറ്റിക് ഡ്രഗ്സ്. ഹൗ ഓൾഡ് ആർ യു? ഐ എം 28. ഓക്കെ, എനിക്ക് 41 വയസ്സാണ്. ആ, ഞാൻ നേരത്തെ പറഞ്ഞത് ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ എന്നാണല്ലേ. അതായത് ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ ഇവിടെ സിന്തറ്റിക് ഡ്രഗുകൾ വിൽക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ ചെറിയ പ്രായത്തിൽ പുളിശ്ശേരി ചോറുമായിട്ട് ചൂട് ചോറുമായിട്ട് പുളിശ്ശേരി ഇങ്ങനെ കുഴച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റൂല. പുളിശ്ശേരി കൊള്ളാല, കൊള്ളൂല്ലെങ്കിൽ ഞാൻ തന്നെ കൊള്ളൂല എന്ന് പറയാം. എനിക്ക് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല, അത് വേറെ പ്രശ്നം. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതായത് മൊയലാളി ഒരു ചെറ്റുണ്ടല്ലോ. ഓക്കെ, എന്റെ ചെറിയ പ്രായത്തിൽ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് എത്ര 100 കണക്കിന് കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അച്ഛനും അമ്മയ്ക്ക് അറിയും. അങ്ങനെ സംഭവമില്ല. സുരേന്ദ്രൻ ഡോക്ടർ ഉണ്ട്. അതിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്നാലും സുരേന്ദ്രൻ ഡോക്ടറെ വിളിക്കുക. ജലദോഷം വന്നാലും ജലദോഷം വന്ന് ഡോക്ടറെ അടുത്ത് പോയാൽ ഞാൻ 28 വയസ്സുള്ള പാൽക്കുപ്പിയോ ജലദോഷം വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോവാന്ന്. അല്ല, മൂപ്പൻ വല്ലതും ഉണ്ടോ? അല്ല, പച്ചമരുന്നൊക്കെ അത് കാട്ടില് മറ്റേ ഭാരതിയുടെ അച്ഛൻ പ്രേം നസീർ പോയാൽ കിട്ടുമ്പോ ഇല്ല. ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾക്ക്. ഒരു നിമിഷം ഞാനൊന്ന് ബ്രേക്ക് ചെയ്തോട്ടെ. ഇത് നമ്മുടെ റൈസ് ഓഫ് പെർഷ്യ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ. ഇത് ഫുൾ ബിരിയാണിയാണ്. ഇവിടെ ഹാഫ് ബിരിയാണി കിട്ടുള്ളൂ ഡൈനിങ്ങില്. കാരണം ഫുൾ ബിരിയാണി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആവശ്യപ്പെടുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് നല്ലൊരു വിശ്വാസം. താങ്ക് യു. പെട്ടെന്ന് കഴിച്ചു, ഞാൻ കഴിച്ചു തീർക്കട്ടെ. അപ്പൊ നമ്മള് ലെഗ് എടുത്ത് ഇങ്ങോട്ട് നീക്കി വെച്ചു. ഈശ്വര, പച്ചടിയല്ലേ ഇത്? യെസ്, നമ്മൾ ഡോക്ടേഴ്സിനെ പറ്റി സംസാരിച്ചോണ്ട് കഴിഞ്ഞില്ലേ? ഇല്ല, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. പറഞ്ഞോ. ഭക്ഷണം കഴിച്ചോണ്ട് സംസാരിക്കാൻ വലിയ പാടാട്ടോ. പറഞ്ഞോ. ഈ പാവക്ക അച്ചാറ് സുരേന്ദ്രൻ ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. സുരേന്ദ്രൻ ഡോക്ടർ ഇപ്പോഴും ഉണ്ട്, വേറെ പ്രശ്നം. എന്തുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്തേ പോവുള്ളൂ. നിസ്സാര കാര്യത്തിന് ഡോക്ടറെ അടുത്ത് പോവുക. അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവുക അത്രേ. അതിൽ ബിലീവ് ചെയ്യണില്ല. ബിലീവ് ചെയ്യുന്നില്ല എന്നല്ല, അതിലെനിക്ക് അത്ഭുതം ഉണ്ട് എന്നാ പറയുന്നത്. ഒരു കുട്ടിക്ക് ഡിപ്രഷൻ എന്തുണ്ടെന്ന് മെഡിക്കലി ഡയഗ്നോസ് ചെയ്യുന്നത് ഞാനെന്തിനു വിശ്വസിക്കാതിരിക്കുന്നത്? അതെ, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. കണ്ടീഷൻ ആലോചിക്കുമ്പോ എന്താ പോലെ അല്ലെ. എന്റെ ചെറിയ പ്രായത്തിൽ ഡിപ്രസ്ഡ് ആവാൻ എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് they didn't have the time to be depressed. ചിലപ്പോ ഇങ്ങനെയും കൂടെ ആയിക്കൂടെ അവര് ഉണ്ടായിട്ട് പറയാണ്ടായിരുന്നു ആയിരിക്കാം. പക്ഷെ അങ്ങനത്തെ ഒരാളെ പോലും എനിക്ക് അറിയില്ല. ഉണ്ടാവും, ഇല്ല എന്നല്ലല്ലോ. ഞാൻ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് 2018 മുതൽ സൈക്യാട്രിക് ഡ്രഗ് കഴിക്കുന്ന ഒരാളാണ്. ഇപ്പൊ കഴിക്കുന്നില്ല, എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവനോട് ഒരു കണ്ടീഷനെ പറഞ്ഞു, സൈക്യാട്രിസ്റ്റിനോട്, എടാ മോനെ, നീ എനിക്കൊരു സർട്ടിഫിക്കറ്റ് എഴുതാം, ആരെ കൊന്നാലും കോടതി വെറുതെ വിടുമെന്ന്. അത് അവൻ എഴുതിയിരുന്നില്ല. അത് അവൻ തരുമായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും കഴിച്ചാണ്. ജോക്സ് അപ്പാർട്ട്, ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സൈക്യാട്രി എന്താണെന്നും മനസ്സിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും അതെനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പുറത്തുള്ളവർക്ക് തമാശയായിരിക്കും. ഞാനത് അനുഭവിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താണെന്നറിയാം. ഞാനത് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളത്, ക്ലോസ്ട്രോഫോബിയ എന്നാണ് എന്റെ കണ്ടീഷൻ തുടങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്, അവിടെ ആ ഡോറ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞാനത് അനുഭവിച്ചിട്ടുള്ളത്. അത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഏറ്റവും നല്ല മനോഹരം എന്ന് പലരും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനതിന് ചെറുതായി കാണുകയല്ല, പക്ഷെ അങ്ങനത്തെ ഒരു വാക്ക് പണ്ടില്ല. ചിലപ്പോൾ ശാസ്ത്രം അറിയാത്തോണ്ടായിരിക്കും, എന്തോ ആയിരിക്കാം. പലരും അനുഭവിച്ചിട്ടുണ്ട്, അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ കുട്ടികൾക്ക് ടെൻഷൻ,
കുട്ടികൾക്ക് പിന്നെ വർക്ക് ലോഡ്, പിയർ പ്രഷർ. എന്ത് പരിപാടിയത്? ഇത് കുട്ടികൾ ഉണ്ടാക്കിയതാണോ? അല്ല. ഈ ന്യൂജനെ കുറ്റം പറയുന്നേ ഞാൻ അടക്കമുള്ള ഓൾഡ് ജൻ ഉണ്ടാക്കിയതല്ലേ ഈ പ്രശ്നം? സ്വാഭാവികമായിട്ടും. എന്തിനാണ് കുട്ടികൾക്ക് ഇത്രയും വർക്ക് ലോഡ്? കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്തൂടെ? ഈ റെസ്റ്റോറൻറ്റ്, എൻ്റെ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രീനെ, മലയാളി റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലെ മെനുവിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. ഓക്കെ. ചോറില്ലേ, ഇതിന് 18 രൂപയാണ്. ഇവിടെ വന്ന് ചോറ് വേണമെന്ന് പറഞ്ഞാൽ ചോറ് മാത്രമേ കിട്ടൂ. ഇതിന് ഓരോന്നിനും വിലയുണ്ട്. ഓക്കെ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോ 50 രൂപയുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? AC റെസ്റ്റോറൻറ്റ്, സാധാരണ ഒരു AC റെസ്റ്റോറൻറ്റിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 10-200 രൂപയെങ്കിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും. ചോറ് മേടിക്കാം, സാമ്പാർ മേടിക്കാം, വേറൊരു കറി മേടിക്കാം, 50 രൂപ. പിന്നെ നിങ്ങളുടെ കയ്യിൽ 200 രൂപയുണ്ട്. ആർമാദിക്കാം. ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, അത് ഇത് പായസം, 10 കറി, 10-15 പുഴുങ്ങിയ മുട്ട ഒക്കെ മേടിച്ചാലും ചിലപ്പോൾ 200 രൂപ ആവില്ലായിരിക്കും. അപ്പൊ എനിവേ, നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു വന്നത്, സിംപ്ലിഫൈ ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടി അല്ല ഇന്ന് എൻ്റെ ജനറേഷൻ, എൻ്റെ കാലത്ത് ലോകത്ത് നടന്നത്. കോംപ്ലിക്കേറ്റഡ് ആക്കുക എന്നുള്ള പരിപാടിയാണ്. അതിന്റെ ദുരിത ഫലം അനുഭവിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളാണ്. So what was the child specialist role? റൈറ്റ്. ചെറിയ പ്രായത്തില് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ പോയി പറയും? ആദ്യം ഫ്രണ്ട്സിനോട് പറയും. ഫ്രണ്ട്സിന്റെ കയ്യിൽ നിൽക്കുന്ന പാരന്റ്സിനോട് പറയും. ഫ്രണ്ട്സ് ഒരു ഓപ്ഷൻ അല്ല. അല്ല, ഫ്രണ്ട്സ് അവസാനത്തെ ഓപ്ഷനാണ്. ആദ്യം പാരന്റ്സ് ആണ്, അല്ലെങ്കിൽ കുടുംബക്കാരാണ്. ഓക്കെ. അമ്മാവ, അമ്മായി, ഇളയപ്പ, ഇളയമ്മേ, അച്ചച്ച, അമ്മമ്മേ, അച്ഛ, അമ്മേ. ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ടീച്ചറോട് പറയും. ടീച്ചറോടായിരിക്കും ആദ്യം പറയുന്നുണ്ടാവും എനിക്ക് തോന്നുന്നത്. ഇന്ന് നിങ്ങളെന്താ പറയുന്നത്? കുട്ടികൾ ടീച്ചറെ ആക്രമിക്കുകയാണ്, കുട്ടികൾ അച്ഛനും അമ്മയും ആക്രമിക്കുകയാണ്. ഞങ്ങളുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ തന്നിരുന്ന ആൾക്കാരാ അവര്. ഈ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് 41 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ 2000 കൊല്ലം പഴക്കമുള്ള ആളല്ല. മനസ്സിലായി. അതിൽ നിന്ന് ഇത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നത് നാട് മുഴുവൻ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകളുടെ ബോർഡുകൾ വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾക്ക് യാതൊരു പങ്കുമില്ല, അതിൽ പാരന്റ്സിനാ പങ്കുള്ളത്. അതായത് 12 മാസമായ കുട്ടി നന്നായി സംസാരിക്കുന്നില്ലെങ്കിൽ ഉടനെ കൊണ്ടുപോവാ ഡോക്ടറെ അടുത്തേക്ക്. എന്തിന്? അത് പറഞ്ഞോളൂന്നേ. അതിന് കുറച്ച് സമയം കൊടുക്കണോ? പാവല്ലേ, ചെറിയ കുട്ടിയല്ലേ. അത് ഇത്രാമത്തെ മാസത്തിൽ നീന്തണം, ഇത്രാമത്തെ മാസത്തിൽ നിൽക്കണം, ഇത്രാമത്തെ മാസത്തിൽ നടക്കണം. അത് 1-2 അല്ലെങ്കിൽ 3-4 മാസം അങ്ങോട്ടും ഇങ്ങോട്ട് പോവില്ലേ? അതിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് പ്രഷറൈസ് ചെയ്യാണ്. അതിനെ അത് ചെയ്യാണ്, ഇത് ചെയ്യാണ്, ഫിസിയോതെറാപ്പി വരെ ചെയ്യാൻ മടിയില്ലാത്ത പാരന്റ്സ് ഉണ്ട്. ഇവരാരോടെയും മത്സരിക്കുന്നു? ഇവരുടെ പ്രശ്നം എന്താ? ഞാൻ ഇവരുടെ എന്ന് പറയുന്നത് എന്റെ തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ കാര്യം പറയാം. മനസ്സിലായി. ഈ ചെറുപ്പത്തില് പൊതുവായിട്ട് സമൂഹത്തിലുള്ള ആൾക്കാർ അയാളുടെ 8 മാസമുള്ള കുട്ടി, എന്റെ കുട്ടി സംസാരിച്ചു തുടങ്ങിട്ടോ, തനിക്കും 8 മാസമുള്ള കുട്ടി ഉണ്ടാവും. തന്റെ മനസ്സിലെന്താ? അയ്യോ, എന്റെ കുട്ടി സംസാരിച്ചില്ലല്ലോ. എന്തിനാ ഈ മത്സരം? സത്യത്തിൽ കുട്ടികളുടെ ഇടയിലാണോ മത്സരം? അല്ല, മാതാപിതാക്കൾ. എന്തിന്? കാര്യത്തിന്. ശരിയാട്ടോ. പ്രശ്നത്തെ നന്നായി പഠിച്ച 3 കാരണങ്ങൾ. ഇപ്പൊ ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാക്കിയത് പാരന്റ്സ് ആണ്. അവരാരും മോശക്കാരല്ല, അവര് ഒരുപാട് കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട്. അതിനൊന്നും എനിക്ക് എതിരെ അഭിപ്രായമില്ല. പക്ഷെ മുക്കിന് അവരെ പോയി കൺസൾട്ട് ചെയ്യുന്ന ഇവരാണ്. ചിത്രശലഭം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ? അത് മെഡിസിനെ പറ്റിയിട്ടുള്ളൊരു സിനിമയും കൂടിയാണ്, അല്ലേ? അതെ. അതിനകത്ത് ദേവൻ എന്ന് പറയുന്നൊരു ഡോക്ടർ ഉണ്ട്.
ദേവൻ ഒരു സ്ത്രീക്ക് എന്തൊരു കിടിലം മീൽസ് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റിയത് താർത്താണ്. ഞാൻ സെൽഫ് കോംപ്ലിമെന്റ് ചെയ്യണമായിരുന്നു തോന്നുന്നുണ്ട്. അല്ല, സെൽഫ് കോംപ്ലിമെന്റ് അല്ല, ഇത് എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു ഉത്തരവാദിത്വമാണ്. നല്ല ഭക്ഷണം സ്വയം കഴിക്കുക എന്നുള്ളത്. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാനൊക്കെ എന്തെങ്കിലും ജീവിക്കുന്നത്. അത് എന്റെ റെസ്റ്റോറൻറ്റ് എന്നാലും എവിടുന്നായാലും അതൊക്കെ അവിടെ കിട്ടാം. ഓക്കെ. ഈ ദേവൻ എന്ന് പറയുന്ന ഡോക്ടർ, അയാളൊരു സ്ത്രീക്ക് എന്തോ പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ജയറാം കയറി വരുന്നു. ജയറാം അല്ല, ബിജു മേനോൻ കയറി വരുന്നുണ്ട്. ജയറാമിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. അപ്പൊ ദേവൻ ഈ സ്ത്രീയോട് പറയുന്നതെല്ലാം ഭയങ്കര കുഴപ്പം പിടിച്ച രീതിയിലുള്ള സൊല്യൂഷൻസ് ആണ്. അപ്പൊ ബിജു മേനോൻ ഇങ്ങനെ നോക്കുമ്പോ നീ നോക്കണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലയ്ക്ക് സംസാരിക്കും. ആ നിലയിലേക്ക് ആ ഡോക്ടറെ കൊണ്ടുപോയത് ആ രോഗിയാണ്. ആ ഡോക്ടർക്ക് താല്പര്യം ഉണ്ടായിട്ട് അത് ചെയ്യുന്നതല്ല. ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചോദിക്കണം. എന്താ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനോട് ഇത്ര വിരോധം? പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ചെയ്യുന്നവർ ഭീരുക്കളാണ്, പേടിത്തൂറികളാണ്. അവർക്ക് എന്ത് ചെയ്താലും എല്ലാവരുടെയും ഗുഡ് ബുക്കി കയറണം, ആരും എന്നെ വിമർശിക്കരുത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയുകയാണെ, തൃപ്പൂണിത്തുറ ഒരു കടയുണ്ട്, ഒരു തടിച്ചിട്ടുള്ള ഒരു ചേട്ടനാണ് ഫ്രണ്ടിലിരുന്ന് നമുക്ക് ഹോട്ടലിലെ എല്ലാ കാര്യങ്ങളും മീൽസിന്റെ കാര്യമൊക്കെ പറഞ്ഞു തരുന്നത്. ആളുടെ പേര് മൃണാളാണ്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റാ? എനിക്കറിയില്ല, അറിയൂ. എന്റെ പേര് ഒരുപാട് പേര് തടിയെന്ന് മൊബൈലിൽ സേവ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചിലപ്പോ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരാളെ ഇപ്പൊ ഇയാളെ അഭിദേവ് കാണാൻ വേണ്ടി ഞാൻ ഈ റെസ്റ്റോറൻറ്റ് വരികയാണ്. അവർ ആ ചെയറിൽ അതുപോലെ ഇരിക്കുകയാണ്. ഞാൻ കയറി വരുമ്പോ അഭിദേവ് വിളിച്ചോണ്ടാ വരുന്നെന്ന് വെച്ചു. അവര് പുറത്തേക്ക് അല്ലേ, ഞാൻ പുറകിൽ നിന്ന് കാണുകയാണെങ്കിൽ റിങ് ചെയ്യുന്നത് തടിയെന്നായിരിക്കും സേവ് ചെയ്തത്. തടിയൻ മൃണാളെന്നായിരിക്കും. മൃണാളിനെ തടിയെന്ന് സേവ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം മൃണാൾ യുണീക് നെയിമാണ്. എന്റെ പേര് വല്ല ഷാജിന്നോ ബിജുന്നോ ഒക്കെ ആണെങ്കിൽ തടിയൻ ബിജു സേവ് ചെയ്യേണ്ടി വരും. സേവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല, അവരും ചെയ്യില്ലായിരിക്കും, പക്ഷെ ആരെങ്കിലും ചെയ്തു എന്ന് വരും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരു കോമ്പിനേഷനിൽ ഫിക്സ് ആയി വന്നതായിരുന്നു. സോറി, സാമ്പാർ. ഒരു മിനിറ്റ്, ഒരു പണി എടുത്തോണ്ടിരിക്കുകയാണ്, ഡിസ്റ്റർബ് ചെയ്യരുത്. ലൈൻ പിക്കിള്, ഒരു നാല്. അപ്പൊ അവരുടെ ചുമലിന്റെ മോളിൽ കൂടെ അവരുടെ മൊബൈൽ റിങ് ചെയ്യുന്ന ഞാൻ കാണാണ്. അപ്പൊ എന്റെ പേര് ബിജു എന്നാണ്, തടിയൻ ബിജു. എന്റെ തടിയിൽ എനിക്ക് അപകർഷത ബോധം ഇല്ലെങ്കിൽ, ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ എനിക്ക് ഇതിനൊരു പ്രശ്നം തോന്നണ്ട. എനിക്ക് ഇന്നലെ തോന്നിയിട്ടില്ല. അതാണ് അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ. എടോ, ഇത്രയും തടിയുള്ള ഒരാളെ തടിയൻ എന്നല്ലാണ്ട് പിന്നെന്താ വിളിക്കുക? ബോഡി പോസിറ്റിവിറ്റി. അപ്പൊ ഏത് ബോഡി പോസിറ്റിവിറ്റി? അവനിൽ കോൺഫിഡൻസ് ഉണ്ടാവണം ഒരു മനുഷ്യൻ. മറ്റുള്ളവൻ എന്ത് പറയുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് തന്റെ മനസ്സ് ലോലാവുന്നുണ്ടെങ്കിൽ താൻ ലോലായതുകൊണ്ട് ഇതിലെന്ത് പ്രശ്നം? പക്ഷെ അതേ സമയത്ത് തടീനെ കളിയാക്കുന്ന വേറൊരു പ്രശ്നമാണ്. ഒരാൾ തീരുമാനിക്കുകയാണ് മൃണാള് തടിയനാണ്, അതുകൊണ്ട് മൃണാളിന് ബുദ്ധിപരമായി സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ മൃണാള് തടിയനാണ്, അതുകൊണ്ട് തന്നെ മൃണാളിന് 100 മീറ്റർ ഓടാൻ പറ്റില്ല, അല്ലെങ്കിൽ മൃണാള് തടിയനാണ്, അതുകൊണ്ട് തന്നെ അയാൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല. ഇതൊന്നും ആരെങ്കിലും പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല, വെറുതെ പറയണം. അത് പറയുന്നതിന് വിവരക്കേട്, അത് എന്റെ പ്രശ്നമല്ല. ഈ അവനിൽ കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം. എന്ന് വെച്ച് വേറൊരു പ്രശ്നം ഉണ്ടാവില്ല. പ്രായം ഒരു എലമെന്റ് ആണ്. എന്റെ ചെറിയ പ്രായത്തില് ഈ ഹൈറ്റ് ഉണ്ടാവും. അന്ന് ഒരാള്, ഇപ്പൊ എന്റെ അച്ഛന്റെ അച്ഛൻ CPM വലിയ നേതാവായിരുന്നു. എന്തൊരു ടേസ്റ്റാ! കുറച്ച് സാമ്പാർ, കുറച്ച് തൈര്, കുറച്ച് ലൈം പിക്കിളും. ഞാൻ അതുപോലെ ഒരു കാര്യം പറയാം. കുറച്ച് റൈസ്, കുറച്ച് റായ്ത്ത, ഒരു പീസ് ചിക്കൻ അതിന്റെ മേലെ, പിന്നെ ഇത്
പുതിന ചട്നി അല്ലേ ഇത്? ഇതും സൂപ്പർ അല്ലേ. ഗോപിയേട്ടൻ എപ്പോഴും പറയും ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കണമെന്ന്. ആ കോമ്പിനേഷൻ എവിടുന്ന് വരും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നാളെ ഇതേ കറികൾ റിപ്പീറ്റ് ചെയ്യില്ല. ഇതേ കറികൾ റിപ്പീറ്റ് ചെയ്താൽ തന്നെ ഇതേ വെജിറ്റബിൾ ആയിരിക്കൂല. ഇതൊക്കെ ചോദ്യം മറന്നില്ലേ? ഞാൻ ചോദ്യം മറന്നിട്ടില്ല. മറന്നു. എന്നാ നീ പറ, നീ എന്താ ചോദിച്ചേ? നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നു അതെ, അച്ഛൻ CPIM നേതാവായിരുന്നു. പക്ഷെ എന്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്? എന്താ വിഷയം? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല, ഒരു പ്രത്യേകതയുണ്ട്. പ്രായം നിനക്ക് ഓർമ്മയില്ല. അവരെ പിരിച്ചു വിടും കൊള്ളൂല. നിന്നെ അവര് പിരിച്ചു വിടുകയാണെങ്കിൽ നിനക്ക് എന്റെ ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ എടോ, ഫ്രീ ഫുഡ് എത്ര കിട്ടൂ? ചാനൽ കിട്ടുമോ? അതിട്ടില്ല. പിന്നെ സ്നേഹം. നിങ്ങൾ ഈ പണ്ട് ഞാൻ ക്യാൻറ്റീനുള്ളപ്പോഴേ രണ്ടാളും കൂടി ഒരു ചോറ് മേടിക്കും, എന്നിട്ട് റീഫിൽ ചെയ്ത് കഴിക്കും. നിങ്ങൾ അങ്ങനെ അയച്ചില്ല? നിങ്ങൾ റിച്ച് ആയതുകൊണ്ടാണ് രണ്ടാൾ റീഫിൽ ചെയ്യുന്നത്. ഞങ്ങൾ 4-5 പേര് റീഫിൽ. ദാരിദ്ര്യമല്ലേ ഇവിടെ റീഫിൽ എന്ന് പറഞ്ഞ. അപ്പൊ അച്ഛൻ CPIM നേതാവായിരുന്നു. അച്ഛന്റെ അച്ഛൻ CPM-ന്റെ നേതാവായിരുന്നു. ഈ ബാലസംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, കുട്ടികളെ സർഗാത്മകതയൊക്കെ ഉണർത്താൻ വേണ്ടി. അത് സ്ഥാപിച്ചതിൽ പെട്ട ഒരാളാണ്. ഓക്കെ. പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞ വേറൊരു സംഘടന ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് തടിയുണ്ട്, അല്ലെങ്കിൽ ഒരാൾ മെലിഞ്ഞായിരിക്കുന്നത്, ഉയരം കൂടുതൽ, അല്ലെങ്കിൽ ഒരു 15 വയസ്സായ പെൺകുട്ടിയുടെ ചെറുതാണ്, അല്ലെങ്കിൽ വെള്ളപ്പാണ്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു കരിമ്പാറയുണ്ട്. ഇതൊക്കെ കളിയാക്കുന്ന വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത യൂസ്ലെസ്സുകളുണ്ടല്ലോ. ബേസിക്കലി ദേ ആർ യൂസ്ലെസ് പീപ്പിൾ. അവരവരുടെ ജീവിതത്തിൽ തോൽവി ആയതുകൊണ്ടാണ് അവർ കളിയാക്കുന്നത്. അത് തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നതുകൊണ്ടാണ് എന്നെ തടിയാന്ന് വിളിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ലാത്തത്. എന്നെ ഒരാൾ തടിയാന്ന് വിളിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്ത് തോൽവിയാണ്. ഞാൻ പുറത്ത് കാണിക്കില്ല, അത് ആബ്സല്യൂട്ട് തോൽവി. എന്റെ മനസ്സിൽ റിമൈൻഡർ ഇടും, ആ ചെക്കൻ അവൻ എന്റെ ജീവിതത്തിന്റെ പരിസരത്തിന് വരരുത്. തോൽവിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. എന്റെ മുഖത്ത് നോക്കി തടിയാന്ന് കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയിൽ ആരും വിളിച്ചിട്ടില്ല. കാരണം വിളിക്കാനുള്ള അവസരം ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞാല് വിളിക്കാൻ പറ്റണ്ടേ. അത് പോട്ടെ, നമ്മുടെ കോൺഫിഡൻസ് ആണ് എല്ലാം. അതാണ് ഞാൻ പറയുന്നത്. ഈ നോട്ടത്തിലുള്ള കോൺഫിഡൻസ് ആണ് എല്ലാം. പക്ഷെ ഈ ഹൈറ്റുള്ള 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ബാലസംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഇതൊന്നും ഈ പറയുന്ന പോലെ ഇന്ന് ആക്റ്റീവ് അല്ല. നമ്മളൊക്കെ സമയത്ത് ഫിലിം ക്ലബ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പടം എങ്ങനെ കാണണമെന്ന് നമുക്ക് അന്ന് വയലന്റ് ഫിലിംസ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് സൈക്കോ നമ്മളെ കാണിച്ചിട്ടുണ്ട്, ഇരകൾ നമ്മളെ കാണിച്ചിട്ടുണ്ട്. സോ അപ്പൊ പറയായിരുന്നു ഇത് ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഈ പടം ഇങ്ങനെ ഒബ്സർവ് ചെയ്യേണ്ടതെന്ന്. എന്താ വേണ്ടേ? വേണ്ട, ഞാൻ ചമ്മന്തി കഴിച്ചോളാം. എന്റെ അടുത്ത് എടുത്തു നാളെ കംപ്ലൈന്റ് പറയാനല്ലേ പറ്റൂലോ. അല്ല, ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ആർജിക്കേണ്ടതാണ്. അതില്ലാതെ മണലാരണ്യം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോലോ. ഓക്കെ, നിസ്സഹായരായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും എത്തിപ്പെടാം. അത് ഏത് പ്രായത്തിലും എത്തിപ്പെടാം, ഏത് അവസ്ഥയിലും എത്തിപ്പെടാം. പക്ഷെ കുട്ടികൾ കൂടുതൽ അങ്ങനെയായിരിക്കും. അവരോടാണ് അങ്ങനെ പറയുന്നതെങ്കിൽ, പണ്ടുണ്ടായിരുന്നൊരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റം ഉണ്ട്. ടീച്ചർ, അമ്മായി, ആ ചേച്ചി, ഈ ചേട്ടൻ, അമ്മമ്മ, അച്ഛൻ, വായനശാല, ക്ലബ്ബ്, ഫുട്ബോള്, നീന്തൽ, ചിലപ്പോൾ അമ്പലക്കുളത്തിൽ നീന്താൻ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് സ്വിമ്മിംഗ് പൂളാണല്ലോ. അങ്ങനത്തെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോയിട്ട് എന്നെയാണ് ഇങ്ങനെ വിളിച്ചു എന്നിങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം അവർക്കില്ല. അവരത് ഹേർട്ട് ചെയ്യും. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നിസ്സഹായാവസ്ഥയിൽ ഇരിക്കുന്ന ഒരുപാട് അവസ്ഥയിലുള്ള ആൾക്കാരുണ്ടാവും. അവരെ ഹേർട്ട് ചെയ്തിരിക്കാം. പക്ഷെ ഇതിൽ നിന്ന് പുറത്തു വരാൻ ഒറ്റ വഴിയുള്ളൂ.
അത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ലോകം മുഴുവൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല അതിന്റെ ഉത്തരം. നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനാണ് ലോകം മുഴുവനുള്ള ആൾക്കാരെ നന്നാക്കാൻ പോകുന്നത്? ഈ ലോകത്തുള്ള 800 കോടി ആൾക്കാരെ അല്ലെങ്കിൽ 700 ചില്ലറ കോടി ആൾക്കാരെ പൊളിറ്റിക്കലി കറക്റ്റ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ല. നിങ്ങൾ എന്തിനാ ഇതിന്റെ പുറകെ പോകുന്നത്? ഇറ്റ്സ് സ്റ്റുപ്പിഡിറ്റി. ബുദ്ധിജീവികളാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ പുറകെ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ബുദ്ധി ഇല്ലാത്ത ജീവികളാണെന്ന് എനിക്ക് പറയാം. ഇത് അത്രേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചന്ദ്രനെ നോക്കി കുരക്കും മൂളന്മാര്. ചന്ദ്രൻ എന്തിനാ തിരിച്ചു വരയ്ക്കുന്നത്? നമ്മൾ നമ്മുടെ പണിക്ക് പോയാൽ മതി. പക്ഷെ അതിന് ചന്ദ്രന് കോൺഫിഡൻസ് വേണം, ഞാൻ ചെയ്യുന്ന പണി ഇതിൽ മഹത്തരാണ്. അത് ചിലപ്പോ ഈ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല. അതുണ്ടായി കൊടുക്കാം. ഇപ്പോ ബിരിയാണികൾക്കെതിരെ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം കോഴിമുട്ട വെക്കുന്നില്ല എന്നാണ്. മൃണാൾ അതിനെതിരെ മൃണാള് കോഴിമുട്ട വെക്കുന്നില്ല, കാശ് വന്നാലേ വെക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നല്ലാണ്ട് കോഴിമുട്ട മേടിക്കാൻ പൈസ കൊടുക്കണം. നേരത്തെ പറഞ്ഞ ആത്മാർത്ഥത, പാഷൻ, മറ്റേ സാധനം, അത് കോഴിമുട്ട കിട്ടൂല. അപ്പൊ ബിരിയാണി വിത്ത് കോഴിമുട്ട, വിത്തൗട്ട് കോഴിമുട്ട അങ്ങനെയൊക്കെ ഉണ്ടോ? ബിരിയാണി വിത്തൗട്ട് കോഴിമുട്ടയേ ഉള്ളൂ. കാശ് തന്ന കോഴിമുട്ട തരും. ഇവിടെ 125 രൂപ തന്നു കഴിഞ്ഞാല് ഏകദേശം 500 ഗ്രാമോളം റൈസും ഒരു 110 ഗ്രാമോളമുള്ള ചിക്കൻ പീസും ഉള്ള ബിരിയാണി കിട്ടും. ബെസ്റ്റ് കൈമ റൈസിൽ, ഫ്രഷ് ചിക്കനിൽ, അതായത് ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാനുള്ള ബിരിയാണിയുടെ ചിക്കന് ഇപ്പോഴും ജീവനുണ്ടാവും. ഇല്ല, പാടായിരിക്കും. ഇപ്പൊ 3 മണിയാവാറായി. അപ്പം ഇത് പറഞ്ഞു ശീലിച്ച് തെറ്റിപ്പോയതാ. അത് കട്ട് ചെയ്തേക്കട്ടെ. ഒരു 2 മണിക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, 1:45. ഇത് പുറകോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു, കോഴിമുട്ട ബിരിയാണി. മീൽസ് ഉണ്ടാകുന്ന ഷെഫ് രാജീവ് എറണാകുളംകാരനാണ്. അപ്പൊ എന്റെ അമ്മയും എന്റെ ഭാര്യയുടെ അമ്മയാണ് ഈ റെസിപ്പിയുടെ ഒക്കെ പുറകിലുള്ളത്. ഇത് ഞാൻ കഴിച്ചപ്പോണ്ടല്ലോ, ഈ ചിക്കൻ കഴിച്ചപ്പോണ്ടല്ലോ, എന്റെ നാട്ടിലെ ചില കല്യാണങ്ങളുടെ തലേന്ന്, ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത്, നിങ്ങളുടെ ചെറുപ്പകാലത്ത്, അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനും ചെയ്യുന്ന പോലെ 10-12 കൊല്ലത്തെ വ്യത്യാസമേ ഉള്ളൂ. എന്നാലും ഉണ്ടല്ലോ മനസ്സുകൊണ്ട് ഞാൻ വെറും 16 പ്രായപൂർത്തിയായിട്ടില്ല. എല്ലാവർക്കും തോന്നേണ്ടത്. ഞാൻ ഈ മനസ്സും വെച്ചൊരു ബാറിൽ പോയാൽ എനിക്ക് കള്ള് കിട്ടൂല. 18 വയസ്സായില്ല, 21 എന്തോ ആവണ്ടേ, എന്തോ കിട്ടൂല. അമ്മേനെ ഓർമ്മ വരുന്നുണ്ടല്ലേ? പല പല ഞാൻ എല്ലാ ദിവസവും വേറെ കാരണമൊന്നുമില്ല എനിക്ക് അമ്മേനെ ഓർമ്മിക്കാൻ. അമ്മയെ ഓർമ്മിക്കാൻ മാതൃദിനം, അച്ഛനെ ഓർമ്മിക്കാൻ പിതൃദിനം, മക്കളെ ഓർമ്മിക്കാൻ വേറൊരു ദിനം. അല്ലല്ല, ഫുഡ് ടേസ്റ്റ് ചെയ്തപ്പോ അങ്ങനെ ഓർമ്മിച്ചോ? എന്റെ അമ്മേനെ അച്ഛനെ എനിക്ക് ഏറ്റവും കൂടുതൽ എത്രയും ഓർമ്മ വരും. എപ്പോഴും ഓർമ്മ വരുമെന്ന് അറിയാം. ഞാൻ എന്തെങ്കിലും തോന്നിയ ദിവസം ചെയ്യുമ്പോ, ഞാൻ റോഡിൽ ഒരു ബസ് ഡ്രൈവറെ ചീത്ത വിളിക്കുമ്പോ, ഒരു ബസ് ഡ്രൈവറെ, അല്ല ഞാൻ അടുത്ത കാലത്തൊന്നും വിളിച്ചിട്ടില്ല, അപ്പൊ ഞാൻ വിളിക്കും, ദൈവമേ ബാക്കിൽ അച്ഛനും അമ്മയുണ്ട്. അവരെ ഓർമ്മിക്കാൻ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളിപ്പോ സാധാരണ ബിരിയാണിയിലൊന്നേ ഇത്രയധികം സൈഡ് ഡിഷ് ഉണ്ടാവില്ലല്ലോ. ഒരു ചമ്മന്തി, ഒരു അച്ചാറ്, ഒരു പുതിന ചമ്മന്തി, ഒരു പുഴുങ്ങിയ മുട്ട, റായ്ത്ത, പിന്നെ പായസം. അതെന്താ ഇതിന്റെ തീരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 125 രൂപയാണ് ബിരിയാണി. നിങ്ങളുടെ കയ്യിൽ 125 രൂപ മാത്രമേ ഉള്ളൂ എങ്കിൽ ഓഫ് കോഴ്സ് GST എക്സ്ട്രാ ആണ്. അത് നിർമ്മല മാഡം മേടിക്കുന്നതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല അങ്ങനെ ഒരു നിജസ്ഥിതിയാണല്ലോ. ഇവിടെ ഇരിക്കുന്നില്ലേ? ഇവിടെ എന്താ ഇരിക്കുന്നത്? എന്താ പാകിസ്ഥാൻ പട്ടാളം വന്ന് കൊണ്ടുപോകാത്ത? എന്താ ബോർഡറിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതെങ്ങനെ ഫണ്ട് ചെയ്യണം? ലെഫ്റ്റിസ്റ്റ് മറ്റേ സാധനം, ഇവനാള് ശരിയല്ലാട്ടാ. ഞാനൊരു അഖണ്ഡ ഭാരതത്തിൽ ഞാനുണ്ട്. അഖണ്ഡ ഭാരതത്തിൽ ഞാനില്ല. ഞാൻ ബോർഡേഴ്സിൽ വിശ്വസിക്കുന്നില്ല, പാസ്പോർട്ടിൽ വിശ്വസിക്കുന്നില്ല.
വസുദൈവ കുടുംബകം. ലോകം മുഴുവൻ ട്രാവൽ ചെയ്യാൻ പറ്റണം, ലോകം മുഴുവൻ എവിടെയും പോയി യാത്ര ചെയ്യാൻ പറ്റണം, എവിടെയും ജോലി ചെയ്യാൻ പറ്റണം, എവിടെയുള്ള ആരെയും കല്യാണം കഴിക്കാൻ പറ്റണം, എവിടെയുള്ള ആരെയും പ്രേമിക്കാൻ പറ്റണം. അവിടേക്ക് കൂടി സ്പഷ്ടത വിഷയം മാറി. Anyway, വാഗയിൽ ലാഹോറിലേക്ക് നടന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണം എന്നുള്ള ഒറ്റ ചിന്തയാണ് വാഗ ബോർഡറിൽ BSFന്റെ ആ പ്രകടനം കണ്ടുകൊണ്ടെന്നും എനിക്ക് തോന്നിയത്. അവസാനം ഞാൻ കേണലിനോട് ചോദിച്ചു, ഞാൻ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് മൂത്രം ഒഴിച്ചോട്ടെ എന്ന്. അപ്പൊ അവൻ പറഞ്ഞു ചിലപ്പോ വെടിവെക്കും. ബിരിയാണി ഒക്കെ കഴിച്ച് ജീവിക്കണ്ടല്ലേ? അല്ല, ഞാനെന്താ പറയുന്നത്, ബോർഡേഴ്സ് അല്ല വിഷയം. പാകിസ്ഥാൻ പട്ടാളം വന്ന് കൊണ്ടുപോകുന്നുള്ളത് പട്ടാളം എന്ന് പറയുന്ന സിനിമയിലെ മാമുക്കോയ പറഞ്ഞ ഡയലോഗാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം റൺ ചെയ്യണമെങ്കിൽ ടാക്സ് വേണം. അത് അവര് പിരിക്കണം. അവർ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അവര് ഈ മറ്റേ ഒരു ടിപ്പിക്കൽ BJP കാരനെ പറയുന്ന പോലെ ഒന്നിനും കൊള്ളാത്ത മറ്റേ എഡ്യൂക്കേഷൻ ഇല്ലാത്ത അങ്ങനെ പറയരുത്. അവരെവിടെയാ പഠിച്ചതെന്നും അവരെവിടുന്ന വന്നതെന്നും ആലോചിക്കണം. അവരുടെ ഭർത്താവ് ആരാന്നും ആലോചിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ആർ ലിവിങ് ടുഗെദർ. ഭർത്താവിന്റെ കൂടെയാണ് അവർ ജീവിക്കുന്നത്. ഈ ഭർത്താവാണ് BJP ഗവൺമെന്റ് ഏറ്റവും വലിയ ക്രിട്ടിക്ക്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അത് ബൗദ്ധികമായിട്ടുള്ള വലിയ തലമാണ്. എന്ന് വെച്ച് ഞാൻ അവരെ ന്യായീകരിക്കാന്ന് വിചാരിക്കരുത്. GST വാങ്ങിക്കണം, ടാക്സ് വാങ്ങിക്കണം, എന്നാലും ഈ രാജ്യത്തിന് നിലനിൽക്കുള്ളൂ. റോഡ് പണിയുണ്ട്, ടോള് മേടിക്കുന്നുണ്ട്, അത് വേറെ പ്രശ്നം. അൾട്ടിമേറ്റ്ലി വേണം, അത് വേണം. അപ്പൊ GST എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് നമ്മുടെ പണിയാണ്. ഞാനെന്താ പറഞ്ഞുകൊണ്ടത്, 125 രൂപ അതിന്റെ മുകളിലാണ് GST. ഇത്രയും നല്ല കൈമ അരി മേടിച്ചിട്ട് എനിക്ക് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ചിക്കനും മേടിച്ച് നെയ്യും വാങ്ങിച്ച് നെയ്യിൽ മാത്രം ബിരിയാണി ഉണ്ടാക്കി ഒരു പായസം അല്ലെങ്കിൽ ഒരു പപ്പടം, ഒരു പുതിന ചമ്മന്തി, ഒരു അച്ചാറ്, ലൈം പിക്കിൾ ഫ്രീ ആണ്, റൈത്തയും ഫ്രീ ആണ്, ബാക്കിയൊക്കെ കൂടെ തരേണ്ടെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല തരാത്തത്. പറ്റൂല, മുതലാവില്ല, വീട് വെക്കേണ്ടി വരും. എപ്പോഴും ഇങ്ങനെ അച്ചീവ് ചെയ്തോണ്ടിരിക്കാനുള്ള അയാളുടെ ക്രിയേറ്റീവ് ആയിട്ടായാലും അല്ലാണ്ടും എപ്പോഴെങ്കിലും അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു ഭയങ്കര അഡോറേഷൻ തോന്നിയിട്ടുണ്ടോ? ഭയങ്കര ഒരു ഇയാൾ എന്തൊരു ജീനിയസ് ആണ്, രണ്ട് വികാരങ്ങളാ തോന്നിയിട്ടുള്ളത്. ഒന്ന്, സെക്കൻഡേ, ഞാൻ ആദ്യം ജീത്തുവിനെ കാണുന്നത് ദുബായ് ദേറയിൽ വെച്ചിട്ട് റോഡ് ക്രോസ് ചെയ്ത് വരുന്നതായിട്ടാണ്. നമ്മുടെ ബിനുവിന്റെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ദൃശ്യം ഇറങ്ങിയ ഉടനെയാണ്, ഉടനെ എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇയാള് സാധാരണ ഒരു മനുഷ്യനെ പോലെ സംസാരിക്കുന്നു. ഇതിനു മുമ്പ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. സാധാരണ ഒരു മനുഷ്യനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് റോഡിലോ എവിടെയെങ്കിലും ഒരാൾ ഒരു വിമാനത്തിലോ അല്ലെങ്കിൽ ഒരു ബസ്സിലോ ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലോ ഒക്കെ ഒരു സാധാരണ ഒരു അപരിചിതനെ കണ്ടാൽ എങ്ങനെ അയാൾ പെരുമാറുമോ, ഒരു ടിപ്പിക്കൽ മനുഷ്യൻ. ഈ ദൃശ്യം എന്ന് പറഞ്ഞ ഇന്ന് കാണുന്ന പോലെ അല്ല. ഇന്നും ദൃശ്യം ഭയങ്കര ഭീകരമാണ്. മലയാളത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയാണ് ദൃശ്യം. അതിൽ കളക്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് അന്നത്തെ പോയിന്റ് ഓഫ് വ്യൂല് കാണണം. ദൃശ്യത്തിന് ബ്രേക്ക് ചെയ്യാൻ ഒന്നിനും പറ്റൂല. അങ്ങനെയാണ് ദൃശ്യം. ദുബായില് ഞാൻ എല്ലാ സിനിമയും ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന കാലത്തും അല്ലെങ്കിൽ UAE ജീവിച്ചിരുന്ന കാലത്തും കൊച്ചിയിൽ ജീവിക്കും എല്ലാ സിനിമയും കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ റിവ്യൂ നോക്കിയിട്ട് ആ സിനിമ കാണണ്ടാവും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എല്ലാ സിനിമയും ഞാൻ കാണും. എനിക്ക് ആദ്യമായിട്ട് ദുബായിൽ ടിക്കറ്റ് കിട്ടാതെ പോയ സിനിമ ദൃശ്യമാണ്. ദുബായിയുടെ തൊട്ടിപ്പുറത്ത് അബുദാബി ഉണ്ട്, ടിക്കറ്റ് ഇല്ല. അപ്പുറത്ത് ഷാർജ, ടിക്കറ്റ് ഇല്ല. അജ്മാൻ, ടിക്കറ്റ് ഇല്ല. ഉമ്മുൽഖുവൈൻ തിയേറ്റർ ഉണ്ടോ പോലും എനിക്കറിയില്ല. റാസൽ ഖൈമയിൽ പോയിട്ടാ കണ്ടേ. അതും എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു അടുത്ത, അതായത് അന്ന് വോക്സ് സിനിമാസ് ആണ്. വോക്സ് സിനിമാസ് ഒരു 3, 4, 5 ദിവസത്തേക്കൊക്കെ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ലേ, അതിന്റെ ഉള്ളിലെങ്കിലും ഒരു ടിക്കറ്റ് ഉണ്ടോ? ഇല്ല. റാസൽ ഖൈമയിൽ പോയിട്ടാ കണ്ടേ. റാസൽ ഖൈമയിൽ പോയിട്ട് ഞാൻ ദൃശ്യം കാണുമ്പോ ഞാൻ ആലോചിച്ചിരുന്നു ഇതെന്ത് പരിപാടിയാണ് ഇത്, ഇതെന്ത്. അതിന് മുമ്പ് അങ്ങനെ സിനിമ ഇല്ല. അതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോന്നും എനിക്കറിയില്ല. അതിനുശേഷം എല്ലാ സിനിമയും ഞാൻ ദുബായിൽ തന്നെ കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ എവിടെയും പോകേണ്ടി വരും. ദുബായിൽ നിന്ന് ഞാനൊരു 3 കൊല്ലം മുമ്പ് താമസം കൊച്ചിയിലേക്ക് മാറ്റി. പക്ഷെ ഞാൻ പറയാണ്
ഇയാൾ ഇവിടെ ഇരുന്നിട്ട് നമ്മള് ഭക്ഷണം കഴിക്കുന്ന പോലെ മീനും എല്ലാം ആസ്വദിച്ച് കഴിച്ച് വളരെ സാധാരണ പോലെ വർത്താനം പറഞ്ഞ് ഇയാള് കുറച്ച് കഴിഞ്ഞ് പോയടോ. എന്റെ മനസ്സിൽ ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ ദൃശ്യം എന്ന് പറയുന്ന മലയാള സിനിമ കണ്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ആൾക്കാർ സംസാരിക്കുന്ന, അറബികളടക്കം സംസാരിക്കുന്ന അല്ലെങ്കിൽ ചൈനക്കാരടക്കം സംസാരിക്കുന്ന സിനിമ ഉണ്ടാക്കിയത് അയാളാണോ ഞാനാണോ? നമ്മൾ ഈ സംസാരിക്കുന്ന എനിക്ക് ഇത് നടക്കുന്നത് 2015 മറ്റോ ആയിരിക്കണം. കൊല്ലം കൃത്യം 13 ദൃശ്യം ഇറങ്ങുന്നത് 14 അപ്പൊ 14 13 അല്ല, അപ്പൊ 13 14 ആയിരിക്കണം ഇത്. ഞാൻ ആരെങ്കിലും ആണോ? അല്ല. എന്നെ അയാള് ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? എന്നെ മുൻപരിചയുണ്ടോ? ഇല്ല. അതാണ് ജീത്തുവിനെ പറ്റി എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടുള്ള വികാരം. ഇന്നലെ രാവിലെ ആ മനുഷ്യൻ ഇവിടുന്ന് കോയമ്പത്തൂരിന്ന് കാരക്കുടിയിലേക്ക്, പൊള്ളാച്ചിയിൽ നിന്ന് കാരക്കുടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് അവരുടെ പുതിയ പടത്തിന്റെ ഷൂട്ടിങ്. അങ്ങനെ അയച്ചൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കണ്ടാൽ ഇത് തന്നെ തോന്നുക. അതായത് ഇവിടുത്തെ സകല പ്രൊഡ്യൂസർമാരും ജീത്തുവിന് ഒരു സിനിമ ചെയ്ത് കിട്ടാൻ വേണ്ടി മെനക്കെടും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് ഷൂട്ട് ചെയ്യുന്ന പോലെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഫൈനാൻഷ്യൽ അച്ചടക്കത്തോടുകൂടി ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കുറവാണെന്നാണ് പറയാ. സക്സസും യാതൊരു അലമ്പുമില്ല, ഒരു ചൊറയായിട്ടും ഇല്ല. അവനവന്റെ പണിയെടുക്കുന്നു. എന്റെ അമ്മയൊക്കെ രാവിലെ സ്കൂളിൽ പോയി പഠിപ്പിച്ച് വൈകുന്നേരം വീട്ടിൽ വരുന്ന പോലെ ഇയാള് രാവിലെ പോയി ഷൂട്ട് ചെയ്യും, വൈകുന്നേരം വീട്ടിൽ ഒരാളോടൊരു തെറി പറയില്ല. അപ്പോഴും നമുക്ക് ഇത് ഇനിയിപ്പോ അതായത് ആദ്യം കണ്ട ദിവസം മുതൽ ഇന്നലെ വരെയുള്ള, ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ജിത്തിനോട് സംസാരിച്ചല്ലോ, രാവിലെ തന്നെ നീ വന്നല്ല. ഇതാണ് വികാരം. അത് ഒരു വികാരം. രണ്ടാമത്തെ ജീത്തുവിനെ പറ്റിയുള്ള വികാരം എന്താ പറയാ, ഇയാളെ പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ. അതെങ്ങനെ പറഞ്ഞു തരാന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അത്ര രാവിലെ എഴുന്നേക്കും. സാധാരണ ഒരു ടിപ്പിക്കൽ മനുഷ്യനെ എഴുന്നേക്കുന്നതിന് മുമ്പ് ഇയാളെയൊക്കെ ചെയ്യാനുള്ള ഒരുപാട് ജോലികൾ ചെയ്ത് തീർത്തു. അതായത് ഇയാളുടെ ഫോണിൽ കിട്ടുക ഒരു സാധാരണ ഒരു ഇങ്ങനത്തെ ഒരാൾക്ക് എത്ര മണിക്കായിരിക്കും ആദ്യത്തെ ഫോൺ കോൾ കിട്ടുക? എനിക്ക് തോന്നുന്നില്ല 8 o'clock കിട്ടും. 9:30. ഇനി 8 o'clock കിട്ടിയാൽ പോലും അപ്പോഴേക്കും അയാൾ അന്ന് ചെയ്യാനുള്ള ജോലികളുടെ ഒരു 75% അപ്പോഴേക്ക് തന്നെ തീർത്തു കഴിഞ്ഞു. അത്രയും രാവിലെ എഴുന്നേക്കും. അത്രയും ഡെഡിക്കേറ്റഡ് ആണ് വർക്കിനോട്. ഇത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പൊ അയാൾക്ക് എങ്ങനെ വേണമെന്ന് തോന്നിപ്പിക്കാം. അയാളെ എങ്ങനെ തോന്നിപ്പിച്ചാലും എനിക്ക് എങ്ങനെ തോന്നൂലേ? ഈ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ, അത് അയാളെ തോന്നിപ്പിക്കണ്ടേ? ശരിയാ, അതെ ശരിയാ. അയാൾക്ക് വലിപ്പമുണ്ടെന്ന് അയാളെ തോന്നിപ്പിക്കണ്ടേ? വേണ്ടേ? എന്ത് ചെയ്യും? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ബാക്കി പറയുന്നത് ശരിയാണ്. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ദൃശ്യം 3യുടെ കഥയൊക്കെ ചോദിക്കും ആൾക്കാർ എന്നോട്, അയാൾക്ക് അറിയാത്ത പോലെ. അല്ല, നിങ്ങളുടെ ഭയങ്കര ഫ്രണ്ടാണ്. ബിരിയാണിയുടെ റെസിപ്പി അങ്ങനോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ഇതിനെയൊക്കെ എനിക്ക് കോവക്ക ബാക്കിയുണ്ട്. എനിക്ക് ബാക്കിയുണ്ട് സൈഡ് ഡിഷ് കുറച്ച്. പായസം കൂടി എന്നെ പോലെ ആത്മാർത്ഥയില്ലാത്തോണ്ടാണ്. ചിക്കൻ ഫ്രൈ ഇതും മറ്റേ വൈഫ് അമ്മ റെസിപ്പിയാ? ചിക്കൻ ഫ്രൈയും അല്ല, ചിക്കൻ ഫ്രൈ ഷെഫിന്റെ രാജീവില്ല. ഓ, ഞാൻ ഇന്നലെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് കണ്ണിലേക്ക് ചിക്കൻ പൊട്ടിത്തെറിച്ചു. അതൊക്കെ വേണം. അനുഭവങ്ങൾ പാളിച്ചകൾ. അതെ, അനുഭവങ്ങൾ ഇല്ലാത്തതാണ് നേരത്തെ പറഞ്ഞ പിള്ളേരുടെ പ്രശ്നം, പിച്ചാത്തി എടുക്കുന്ന പിള്ളേരുടെ പ്രശ്നം. അനുഭവങ്ങൾ അവര് സ്വയം ഉണ്ടാക്കുകയും വേണം, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം.
ഞാനിതില് എന്റെ ഗൂഗിളിലെ ആ അത് നമ്മളൊരു സുഹൃത്ത് ബന്ധത്തിന്റെ പുറത്ത് അല്ല ഇത്ര നേരമായിട്ടുണ്ടായ എന്റെ ബന്ധത്തിന്റെ പുറത്ത് നല്ലത് എഴുതിയാലോ എന്ന് വിചാരിച്ചിരുന്നു. ജനുവിനിൽ ഇപ്പൊ നല്ലത് എഴുതാം. ഗൂഗിളിൽ എന്ത് ഗൂഗിൾ മാപ്പില് ഗൂഗിൾ റേറ്റ് ചെയ്യാലോ. കാരണം അപ്പൊ ഇപ്പൊ നല്ല എഴുതാൻ ഉദ്ദേശിക്കുന്നില്ലേ? നല്ലതാ എഴുതാൻ പോകുന്നേന്ന്. എനിക്ക് ജീത്തുവിനെ പോലുള്ള ആൾക്കാര് അങ്ങനെയുള്ള പലരെയും ഇപ്പൊ ജീത്തുവിനെ നിങ്ങൾ അറിയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാൾ ഇന്ന് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അങ്ങനത്തെ കുറെ ആൾക്കാർ എനിക്ക് പല മേഖലയിൽ അറിയാം. പാടത്ത് പണിയെടുക്കുന്നവരെ മുതൽ പലരും അറിയാം, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ പലരും അറിയാം. ഇവർക്ക് കോമൺ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരെ കുറിച്ച് വലുപ്പം പറയില്ല. അവരെല്ലാ സമയവും ശ്രദ്ധിക്കാൻ, കേൾക്കാൻ, ശ്രദ്ധിക്കാൻ, അറിയാൻ, അറിവ് സമ്പാദിക്കാൻ അവർ തയ്യാറാണ്. എത്ര ചെറിയ ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് സതീഷിന്റെയും ലക്ഷ്മിയുടെയും മോള് താര. അവൾ ഈ ഹൈറ്റേ ഉള്ളൂ. അവളൊരു കഥയും കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ ദൃശ്യം 3യുടെ കഥ. അവള് പോയിട്ടൊരു കഥ പറഞ്ഞാൽ ജീത്തു ഇങ്ങനെ ഇരുന്ന് കേൾക്കും. അയാള് റെഡിയാണ് എന്തും ആക്സെപ്റ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ സക്സസ്. അവനവന്റെ വലുപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് എവിടെ നിന്ന് സക്സസ് ഉണ്ടാവാൻ. രണ്ടാമത്തെ കാര്യം ഹാർഡ് വർക്കാണ്. ഒരു രക്ഷയില്ല. നിങ്ങൾ അടുപ്പിലുണ്ടാക്കുന്ന പായസം? അടുപ്പില അല്ല, കുറെ കുറുകിയ പോലെ ഉണ്ട് പാല്. ഇതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. ഷെഫ് ഭയങ്കര പൊങ്ങി പോന്നല്ല. ഞാൻ ഈ പായസത്തിന്റെ കാര്യത്തിൽ അയാളെ സ്ഥിരം അയാളുമായിട്ട് അടി ഉണ്ടാക്കുന്നതാണ്. പായസം കൊള്ളാം. ഞാൻ ഇന്ന് രാവിലെ ഷുഗർ കട്ടായിരുന്നു. ഈ പായസം എന്നെ കൊണ്ടേ പോവുള്ളൂ. ഞാനിത് തുടങ്ങിയ കാലം മുതൽ പറയുന്നതാണ് ഈ പായസം ശരിയല്ല. അപ്പൊ ആരെങ്കിലും ഇതുപോലെ വന്ന് പറയും പായസം ടോപ്പാണ്. ശരിക്കും ഞാൻ എന്തിനാ റെസ്റ്റോറന്റ് തുടങ്ങിയെന്നറിയോ? എന്റെ അച്ഛൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് രാവിലെ എഴുന്നേറ്റിട്ട് 7 മണി കഴിഞ്ഞിട്ടുള്ള ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട്. അതിന് കാസർഗോഡ് പോയിട്ട്, കാസർഗോഡാണ് അച്ഛൻ്റെ ജോലി സ്ഥലം. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് KSRTC ബസ്സിൽ പോയാൽ 2 മണിക്കൂർ ദൂരമുണ്ട്. അവിടെ പോയി വൈകിട്ടൊരു 7 മണിയോടെയാണ് അച്ഛൻ തിരിച്ചു വരിക. അച്ഛൻ ഗസറ്റഡ് ഓഫീസറാണ്. ഇത് എൻ്റെ ചെറിയ പ്രായത്തിലുള്ള എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിൽ അച്ഛൻ ഒരുപാട് ശമ്പളം കിട്ടുന്നുണ്ട്. അച്ഛൻ രാവിലെ പോകുമ്പോൾ ഒന്നും പൊതിഞ്ഞുകൊണ്ട് പോകുന്നില്ല. അപ്പം അച്ഛന് ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി, മറ്റേ നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന സാധനങ്ങൾ മുഴുവൻ അച്ഛൻ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. ആ സമയത്താണ് എനിക്ക് അച്ഛനെ കുറച്ചുകൂടെ ഈ വർക്ക് സ്പേസിൽ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. അച്ഛൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് KSRTC ക്യാൻറ്റീൻ അല്ലെങ്കിൽ ആ സാമിയുടെ കട. അന്നാണ് ഞാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത് ഡെയിലി ബേസിസിൽ ഒരു സത്യസന്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഒരുപാട് പൈസ ഫുഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റൂല. എൻ്റെ അച്ഛനെ മനസ്സിലാലോചിച്ച് ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് 18 രൂപ ചോറ് വെക്കുന്നത്. ചോറും ചിക്കൻ കറിയും മാത്രമേ വേണ്ടുവെങ്കിൽ 18, 30, 48 രൂപ. ഓഫ് കോഴ്സ് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ എന്ന് പറയരുത്. GST ഉണ്ടാക്കിയത് മൻമോഹൻ സിംഗ് ആണ്. പൊളിറ്റിക്കലി ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് എന്റെ വായിൽ കുത്തിക്കേറ്റാൻ നോക്കരുത്. അല്ല, മൻമോഹൻ സിംഗ് നമ്മുടെ ഫൈനാൻഷ്യൽ റിസഷൻ സമയത്ത് പിടിച്ചിരുന്ന അല്ല. വൺ ഓഫ് ദ റീസൺസ് വാസ് ദാറ്റ്. ഡെഫിനറ്റ്ലി അല്ല. ഇന്ത്യക്കാരുടെ വൃത്തികെട്ട സമ്പാദ്യശീലം കൊണ്ടാണ്. നമ്മളെ FD പൊട്ടിക്കാൻ റെഡി അല്ലടോ. നീ അമേരിക്കയിൽ കാറ് വാങ്ങിയ ലോൺ എടുത്ത് അത് വേണ്ടിയ ഞാൻ ലോൺ എടുക്കൂല. നീ എന്ത് ചെയ്യും? അല്ല, മൻമോഹൻ സിംഗ് ഞാൻ കുറച്ച് കാണിക്കല്ല. ഐ മീൻ ഞാൻ എൻ്റെ ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഈ കാണുന്ന എല്ലാം ഇൻഡിവിജ്വലി പ്രൈസ്ഡ് ആണ്. ഈ പായസം 20 രൂപയാണ്. അപ്പൊ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം പായസം വേണമെങ്കിൽ ഡെയിലി ഇവിടെ വരാം.
ഞാൻ പറയുന്നത് മനസ്സിലായോ? ഇഷ്ടമുള്ളത് AC ഇഷ്ടമുള്ള യിൽ ഇരുന്ന് combination. ഇതിന്റെ പുറകില് ഇഷ്ടം പോലെ കാറുകൾക്ക് പാർക്കിംഗ് ഉണ്ട്, ഡെയിലി ഇവിടെ വരാം. യു ക്യാൻ ഹാവ് എനിത്തിങ്. പക്ഷെ എങ്ങനെ മീൽസിന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കിയാലും നമുക്ക് തൃപ്തിയാവുന്ന ഒരു കോമ്പിനേഷനിൽ എത്തുമ്പോഴേക്കും 100 രൂപയെ ആയിട്ടുണ്ടാവും. ഓക്കെ AC യിൽ ഇരുന്ന് 100 രൂപയ്ക്ക് നമുക്ക് തോന്നുന്ന പോലെ പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്ന എളുപ്പമല്ലല്ലോ. എവിടെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ എവിടെ ഉണ്ടാവുന്ന, കേരളത്തില്, കേരള മീൽസ് അല്ല, കേരളത്തിൽ എവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല.